എരിശ്ശേരിയല്ല ഇത് കൂട്ടുകറി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂട്ടുകറിയാണ്. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കൂട്ടുകറി. ഇന്നത്തെ തലമുറയ്ക്കൊന്നും അത് വലിയ അറിവുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ലേ? കാരണം അന്നത്തെ ചേരുവകളും അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളും ഒക്കെ ഇന്ന് എന്താന്ന് പോലും ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. അപ്പം ആ കൂട്ടുകറി നമ്മുടെ പണ്ട് അമ്പലങ്ങളിലും ശബരിമലയ്ക്ക് വന്ന പടുക്കകളിലും ഒക്കെ ആയിരുന്നു ഉണ്ടാക്കുന്ന കഞ്ഞിയുടെ കൂടെയുള്ള ഒരു കൂട്ടുകറിയാണ്. ആ ഒരൊറ്റ കറി മാത്രം മതി നമ്മുടെ ഏറ്റവും കൂടുതൽ രുചികരമായ ഭക്ഷണം കഴിക്കാൻ. വേറെ ഒരു കറിയും അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടി വരത്തില്ല. അപ്പോൾ അതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പണ്ട് വൃശ്ചിക മാസത്തിന് നമ്മൾ അമ്പലത്തിൽ കഞ്ഞിയും കറിയും ആ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ നാവുകളിലുണ്ട്. അതെ അതെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ട് ഇന്നത്തെ തലമുറയ്ക്കൊന്നും വലുതായിട്ട് പിടുത്തമില്ല. അപ്പോൾ എങ്കിലും നമുക്കതൊന്ന് വെച്ച് നോക്കാം. അപ്പം നമ്മുടെ ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്താം. അപ്പം മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ചേന, മത്തങ്ങ, നാടൻ ഏത്തയ്ക്ക, മറ്റേ കൂർക്ക, ഇത് ചീവക്കിഴങ്ങെന്ന് ചില സ്ഥലത്ത് പറയും, ഇവിടെ കൂർക്ക എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ കാച്ചിൽ, പിന്നെ അത് തേങ്ങയല്ലേ ഇരിക്കുന്നത്? തേങ്ങ നമ്മൾ ഇത് വെന്ത് കഴിയുമ്പോൾ അരച്ച് ചേർക്കണം. പിന്നെ ലാസ്റ്റിൽ കുറച്ച് നമുക്ക് വറുത്തും ചേർക്കാം. വറുത്തിടും അല്ലേ? അതെ അതെ. അപ്പോൾ ഈ വറുത്തിടുന്നതിൻ്റെ കൂടെ നമ്മൾ വറ്റലുമുളകും അതെല്ലാം കൂടെ ഇട്ട് കടുവ വറക്കുന്ന പോലെയാണോ വറക്കുന്നത്? അത് എന്തോ അത് ഇത് നമ്മൾ വൻപയർ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചിലർ ഇതിനകത്ത് കടല ചേർക്കാറുണ്ട്. ഞാൻ ചേർക്കുന്നത് വൻപയറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നില്ല. ഇത് വെന്ത് കഴിയുമ്പോഴേ നമുക്ക് ഇത് വൻപയർ ഓൾറെഡി വെന്തതല്ലേ? അതെ അതെ. അപ്പം ഞാൻ ഗ്യാസ് ഓണാക്കാൻ പോവാം. അതിലേക്ക് നമുക്ക് ചേന ഇടാം. പിന്നെ നമുക്ക് ഏത്തക്ക ഇടാം. പിന്നെ നമുക്ക് മത്തങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടാം. കാച്ചിൽ. ഇനി ഇതിലേക്ക് ഈ കൂർക്ക അഥവാ ചീവക്കിഴങ്ങ് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ഇതിനകത്ത് ചേർത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഉപ്പ്, അതെ നമുക്കറിയാമല്ലോ നമ്മുടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക. പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് ഇതിനകത്ത് ചേർത്തിട്ടില്ല, പച്ചമുളക്, കരിവേപ്പില. അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം. അതെ അതെ. ഇതിവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് ഞാൻ പോയി തേങ്ങയൊക്കെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇതിനുള്ള അരപ്പ് ഞാനിപ്പോൾ ഈ തേങ്ങ ഒന്ന് അരയ്ക്കാൻ എടുക്കുക. കുറച്ച് കഷ്ണമേ ഞാൻ എടുത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് തേങ്ങ മതി, ഒരുപാട് വേണ്ട. ഇത്രയും തേങ്ങ എടുത്തുള്ളൂ. കുറച്ച് നമുക്ക് ലാസ്റ്റിലൊന്ന് വറുത്ത് ചേർക്കണം തേങ്ങായ. വെളുത്തുള്ളി, മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന്. ചിലവർക്ക് എരിവ് ഒരുപാട് വേണ്ടായല്ലോ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി നമ്മൾ ഈ കഷ്ണത്തിനകത്ത് ഇട്ടിട്ടുള്ളതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇപ്പം ചേർക്കുന്നില്ല. പിന്നെ മെയിനായിട്ട് ജീരകം, ജീരകത്തിൻ്റെയൊക്കെ ഒരു സ്വാദ് മുന്നിൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. വെന്തിട്ടില്ല, വേകുമ്പോഴത്തേക്കിന് ഞാൻ തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വന്നു ഇവിടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വേകണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാവയിൽ 2 ചക്ക ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. എല്ലാം പച്ചപ്പായിട്ട് നിൽക്കുക. മഴ പെയ്തപ്പോഴത്തേക്ക് മൽബറിക്ക് അതേ പറഞ്ഞു പഴുത്തു നിൽക്കുന്നുണ്ട്. കുറേ ഞങ്ങൾ പറിച്ചന്ന് അച്ചാറിന് വേണ്ടിയിട്ട് ഇനി ആയി വരുന്നേ ഉള്ളൂ. ഇനി അച്ചാറിടണം. ഭംഗിയല്ലേ പൂ കാണാൻ. ഈ പ്ലാവേലൊന്നും ഉണ്ടാകുന്നില്ല, എന്താണെന്നറിയുന്നില്ല. തേൻ വരിക്കയെന്ന് എല്ലാവരും പറഞ്ഞേ, ഉണ്ടാകുന്നില്ലൊന്നും. പിന്നെ അബിയിലെ കുറച്ച് കാ പറിച്ചു, എല്ലാവർക്കും കൊടുത്ത്. ഞങ്ങൾ ഇത് കഴിക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത് ഞങ്ങളുടെ ചെടിയെല്ലാം കണ്ടോ.
കുറേ ചെടി എടുത്ത് നമ്മൾ ഇവിടെ വെച്ചിങ്ങനെ ഉണ്ടാ. പിന്നെ ഇതിലാണെങ്കിൽ നിറച്ച് ചിത്രശലഭം വരുന്നുണ്ട്. മറ്റേ സീറ്റോലോലി ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിറയെ ചിത്രശലഭമാണ്. കുക്കറ് ആയെന്ന് തോന്നുന്നു കഷ്ണം. പെട്ടെന്ന് ചക്ക കാണിച്ചിട്ട് ഞാൻ പോവാം. ദേ നീളത്തിലങ്ങ് പോവാ ചക്ക. താഴെ വന്ന് മുട്ടുമെന്ന് തോന്നുന്നു. 3 ചക്ക ഉണ്ടായുള്ളൂ. പ്ലാവ് ഈ വലിപ്പമുണ്ട്. നല്ല വെയിൽ. പനിക്കൂർക്ക നല്ല തഴച്ചു വന്നിട്ടുണ്ട്. ചെറിയൊരു കമ്പ് കൊണ്ട് വെച്ചതാണ്. ചെറുഞാവൽ നിറച്ച് കായ്ച്ച് പഴുത്തു തുടങ്ങിയില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. കുഞ്ഞൻ കിടന്ന് ഉറങ്ങുന്ന കണ്ടോ? വിളിച്ചപ്പോഴത്തേക്ക് ഉണർന്നു. കുഞ്ഞാ ഡി ആ ഉറക്കമാണോ കുഞ്ഞാ? ഉറക്കത്തിൻ്റെ മൂടാ. എൻ്റെ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരും എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ കരുതുന്നു. കുക്കർ തുറക്കാനായിട്ടില്ല. ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തോട്ട് തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കടുക് വറക്കണം. അപ്പോൾ ആദ്യം കടുക് വറുത്തിട്ട് നമുക്കതിലേക്ക് വറ്റൽമുളകും പിന്നെ കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ഇടാം. ഈ കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ടാൽ മതി. അപ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റാവട്ടെ. അതിനുവേണ്ടി ഞാനുണ്ട് ഇവിടെ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. തേങ്ങ വറുത്തെടുക്കാം. നല്ലൊരു റെഡ് കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇതായിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി അരപ്പൊന്ന് ചേർക്കാം. ഞാൻ തീ കുറച്ചിട്ടിരിക്കും, അതുകൊണ്ട് പതുക്കെ ഇത് ആകത്തുള്ളൂ തേങ്ങയെ. നമുക്കപ്പോൾ അടുപ്പൊന്ന് കത്തിക്കാം വീണ്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വൻപയർ ചേർക്കാം. അപ്പോൾ വൻപയർ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചിട്ട് നമുക്ക് അരപ്പൂടെ ചേർക്കാം. തേങ്ങ ശരിയായെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഒന്നാകണം. ഈ വൻപയർ ഇതിനകത്ത് കിടന്ന് ഒന്ന് തിളച്ചിട്ട് നമുക്കിനിയും അരപ്പ് ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ലാസ്റ്റാണ് തേങ്ങ ഇടേണ്ടത്. പയറൊക്കെ അതേ തിളച്ചിട്ടുണ്ട്. അതേപോലെ തേങ്ങയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിതിലേക്ക് ഈ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യണേ. ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയൊക്കെ ചേർത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ചേർക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ ദയ്യൊരു ചെറിയ തള വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഞാൻ ഇതിനോട്ട് ചേർക്കുകയാണേ. തേങ്ങയൊക്കെ ഈ ഒരു പരുവത്തിനാകുമ്പോൾ നല്ല ടേസ്റ്റ് വരുവേ. ഒരുപാട് കരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് നോക്കി അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ദേ കടുകൊക്കെ വറുത്ത് തേങ്ങയൊക്കെ വറുത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പം അറിയാമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടുകറി ഇത് നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെ ഇട്ട് കുഴച്ച് കഴിക്കാം. അല്ലാതെ നമുക്ക് സ്പൂണിന് കോരി തിന്നാം, കൂട്ടാനായിട്ട് കഴിക്കാം.
എല്ലാം അടിപൊളി ടേസ്റ്റാണിത്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പറാണോ? ആ ചെറുതായിട്ടൊന്ന് ഒന്ന് ആറണം അത്. നല്ല ടേസ്റ്റ്, അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നു. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്യാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.